ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്കൊരു മത്തങ്ങയാണ് അത് കാണിച്ചത്. മത്തങ്ങയും കായും കൂടി ഉള്ളൊരു കറിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മത്തങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കഷ്ണമാക്കി കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കാ എന്ന് പറയും, ഏത്തക്കായല്ല, വേറൊരു സൈസ് ഒരു കായെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പം അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. കുക്കറിൽ നമ്മളിപ്പം ഇത് ഉണ്ടാക്കുവാണെങ്കിൽ 3 വിസിൽ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മിക്സ് തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. അത് നല്ലപോലെ തിളച്ച് വരുമ്പം ലേശം ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം അത് എളുപ്പം അത് വേവും. അപ്പോൾ വെന്തില്ലെങ്കിൽ സ്പൂണിട്ട് നമുക്ക് ലേശം ഇങ്ങനെ ഉടച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതെല്ലാം മിക്സിയിലല്ല, കൈകൊണ്ട് നല്ലപോലെ ഇതുപോലെ നമ്മളാക്കി എടുക്കുക ചെയ്യുന്നത്. കൈ കൊണ്ട് ഇതുപോലെ ഞവടി എല്ലാം ഇതാക്കി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ആ മത്തങ്ങയിലും കായിലും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. മിക്സിയിലൊന്നും ഇട്ട് അടിക്കേണ്ടയും അല്ലെ അരയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ മത്തങ്ങയിലും കായിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേശം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ വെന്ത് വരുമ്പം പിന്നെ നമുക്ക് കുറച്ച് വേവിൻ്റെ ഇതുണ്ട്. അപ്പം പിന്നെ ലേശം വെള്ളം കൂടി ചേർക്കാം. നമുക്കിത് എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്കതനുസരിച്ച്, ചിലർക്ക് കട്ടിയായിട്ട് വേണം, ചിലർക്ക് ലൂസായിട്ട്. അപ്പം ഇത് അധികം കട്ടിയുമല്ല അധികം ലൂസുമല്ല, അങ്ങനെ ഒരു പരുവത്തിനാണ് ഇവിടെ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പരുവത്തിന് മതിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കിതിന് കടുക് വറുത്തിട്ട് കൊടുക്കണം. അപ്പം നമ്മളൊരു പാൻ എടുത്തു, അതിൻ്റെ അകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കടുക് വറുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ തേങ്ങയും കൂടി ചേർക്കും. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ. കടുകിട്ട് വറ്റൽ മുളക്, പിന്നെ ഇപ്പം തേങ്ങയും ഇടുന്നുണ്ട്. ലേശം തേങ്ങയും കൂടി ഇട്ടിട്ട് മറ്റേ ബ്രൗൺ കളറായി വരുന്ന വരെ നമ്മൾ നല്ലപോലെ അതിനെ സോട്ട് ചെയ്തെടുക്കണം. അപ്പം നല്ലപോലെ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. പിന്നെ ഇത്രയും മതി. ഇതാണ് ഇതിൻ്റെ പരുവം. കുറച്ചും കൂടി മൂത്താൽ അത്രയും നല്ലതാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ പരുവാണ്. ലേശം കരിവേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ എല്ലാം വഴറ്റി വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, ചെറിയ സിമ്മിൽ ഇട്ടേക്കുവാണ്. നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇനിയെല്ലാം കടുവറുത്ത എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് നല്ലപോലെ ഇളക്കി വെച്ചെന്നാൽ നല്ല കറിയാണ്. മത്തങ്ങ കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മത്തങ്ങയുടെ കൂടെ കായും ഇടുന്നുണ്ട്.